നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷത്തെക്കുറിച്ചാണ് പറയണേ. പുതുവർഷം എന്ന് പറയുമ്പോൾ 1202 ആണ്ട്, ഇപ്പോൾ 2026 27 ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെ വരുന്ന കാലഘട്ടം. ഈ ഒരു വർഷത്തിൽ പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പുതുവർഷം എന്ന് പറയുമ്പോൾ ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് കർക്കിടകം വരെ വരുന്ന കാലഘട്ടം. അതാണ് 1202 ആണ്ട്. അപ്പോൾ ഈ സമയം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ മിഥുന രാശിക്കാരുടെ ഫലത്തെയാണ് ഇന്ന് പറയാൻ പോണേ. മിഥുന രാശി എന്ന് പറയുമ്പോൾ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു രാശി. മകയിര നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗവും ചേർന്ന മിഥുന രാശിക്കാർക്ക് പുതുവർഷം നിങ്ങൾക്ക് കഴിഞ്ഞ സമയം വളരെ മോശപ്രദമായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടകശനിയും ഒക്കെ അത്ര അനുകൂലപ്രദമായിട്ടല്ല. എങ്കിൽ പോലും ഈ പുതുവർഷം നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമാണ്. വളരെ അനുകൂലം എന്ന് പറയാൻ കാരണം കണ്ടകശനിയൊക്കെ നിൽക്കുകയാണ്. ഇപ്പോഴും വ്യാഴം ധനസ്ഥാനത്തേക്ക് നിൽക്കുന്ന സമയമാണ്. ഒരു വർഷത്തിൽ ഏറെ കൂടുതൽ കാലയളവും, അതായത് 27 ജൂൺ വരെയും വ്യാഴം ധനസ്ഥാനത്തേക്ക് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധനപരമായി വളരെ ഉയർച്ചയുണ്ടാവും. അതായത് സമയത്തെ ഗ്രഹനിലയ്ക്കനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും പൊതുഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ധനപുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക നേട്ടം, ഏറ്റവും പ്രധാനം സാമ്പത്തിക നേട്ടം, പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാവിജയം, അതുപോലെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാവും. അംഗീകാരങ്ങൾ തേടി വരും. വളരെ മാനസിക ഉല്ലാസം ഉണ്ടാവുകയും വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ കുടുംബത്തിൽ വന്നു ചേരുകയും ഒക്കെ വരുന്ന, അതായത് ജോലിയാവട്ടെ, മെച്ചപ്പെട്ട ജോലി കിട്ടാത്തവർക്ക് ജോലി, ബിസിനസ് ഇരിക്കുന്നവർക്ക് ബിസിനസ് പുരോഗതി ഒക്കെ തരുന്ന ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് നേരത്തെ തന്നെ നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർഷം നല്ലതാണ് എന്നറിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും എല്ലാ വർഷങ്ങളും അനുകൂലമാവണമെന്നില്ല. നമുക്ക് സമയങ്ങൾ അനുകൂലം ആണെങ്കിൽ സമയം പോലെ തന്നെ ഓരോ വർഷങ്ങളും ഗ്രഹങ്ങളെല്ലാം എനർജിയാണ്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആ എനർജി നിൽക്കും. ഇവിടെ പോസിറ്റീവായിട്ട് എനർജി നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം. അത് വിജയത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ലൈവ് പ്രോഗ്രാമൊക്കെ ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ്, നിങ്ങൾക്ക് നിങ്ങളെ സംശയങ്ങളും ഒക്കെ ചോദിക്കാവുന്ന ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിൽ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നേരത്തെ തന്നെ നിങ്ങൾ അറിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലൈവിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ചാനൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും അറിഞ്ഞ് അവർ നേരത്തെ തന്നെ നല്ലതും ചീത്തയും മനസ്സിലാക്കി നല്ലതാണെങ്കിൽ
നല്ല പ്രവൃത്തികൾ പ്ലാൻ ചെയ്യുകയും ചീത്തയാണെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം അല്ലെങ്കിൽ ഈ പുതുവർഷം സഹായകരമായി തീരട്ടെ, സന്തോഷപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.